എനിക്കൊരു 17-18 വയസ്സൊക്കെ ആകുമ്പോൾ എൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. ഐ നോ എ കംപ്ലീറ്റ് മൗത്ത് ബ്രീത്തർ, നോ മാസ്കുലിൻ ഫീച്ചേഴ്സ്, റിയലി സ്കിന്നി, ബേസിക്കലി പറയുകയാണെങ്കിൽ അഗ്ലി. അതോടെ തീർന്നിട്ടില്ല. ആ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു 19ലേക്കൊക്കെ കടന്നപ്പോൾ ഐ ഗോൺ ത്രൂ സംതിങ് ബാഡ്, സംതിങ് ഈവൻ ബാഡ്, സിവിയർ സിസ്റ്റിക് ആക്നെ. ഹപ്പിൻ്റെ ഫേസിൻ്റെ പോലെ ഇങ്ങനെയായിരുന്നു. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിരുന്ന സമയമായിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പറ്റ പോയ ടൈം. പുറത്തേക്ക് ഇറങ്ങാനും ഒരു ഫംഗ്ഷനും പോലെ വീടിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ അന്ന് കഴിയില്ല. അത്രയും ഇൻസെക്യൂർ ആയിരുന്നു. കാരണം ആ ഒരു ആക്നെ അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അത് എത്രത്തോളം നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കും എന്നുള്ളത്. അത് 1-2 പിമ്പിൾസ് അവന് ഇവിടെയല്ല ഞാൻ പറയുന്നത്, മുഖം കഴുകാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാവണം ഞാൻ പറയുന്നത്. അങ്ങനെ എൻ്റെ ഹോപ്പ് ഫുള്ള് പോയി. എനിക്ക് ഇനി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂല, എൻ്റെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂല, എല്ലാം പോയി, ഐ ആം ഡൺ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ആൽഗോരിതമൊക്കെ ഒന്ന് ഇങ്ങനെ മാറി. ആൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റീൽസ് കാണുന്നത്, അതേപോലെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൽഗോരിതമൊക്കെ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകളിൽ നിന്ന് ഇതുപോലെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ എഡ്യൂക്കേഷൻ ടൈപ്പ് വീഡിയോസ് ഇങ്ങനെ വരാൻ തുടങ്ങി. എങ്ങനെ നമ്മളെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ നമ്മളെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാം ഒരു വേറെ ട്രജക്ടറിലേക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഞാൻ അഡ്മയർ ചെയ്യുന്ന ടൈപ്പ് ഇപ്പോൾ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് അന്നിങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മനസ്സിലാക്കി നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മളെ ലുക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മളെ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഏത് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഹണ്ടർ ഐസ് അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടാവും, മുഖത്തിൻ്റെ ഷേപ്പ് മൊത്തത്തിന് മാറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഈ വീഡിയോയിൽ ഞാൻ പറയണത് എന്താ വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇഗ്നോർ ചെയ്യുന്ന. അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ലുക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള കുറച്ച് റീസെൻറ്റ് പിക്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുക്കാം. സോ ഇഫ് യു ആർ ഇൻ എ പ്ലേസ് വെർ ഐ വാസ് ഫീലിംഗ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്, ഇനി ഒരിക്കലും ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഇനി എൻ്റെ ലൈഫ് തന്നെ കഴിഞ്ഞു, എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, അങ്ങനെ ഡൗൺ ആയി നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഐ ആം ഹിയർ ഫോർ യു. എൻ്റെ യങ്ങർ സെൽഫിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡോണ്ട് ലൂസ് ഹോപ്പ്, യു ക്യാൻ ഇംപ്രൂവ് യുവർ ലുക്സ്. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഇസ് ഇഷാം, ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. സോ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു 5 വേസാണ് നമ്മളെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ അറിവിന് വേണ്ടി പറഞ്ഞുതരാണ്. ലുക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അട്രാക്റ്റീവ് ആവുക എന്നുള്ളത് എന്താണ്, നമ്മളുള്ള സ്ഥലത്ത് നിന്ന് നമ്മളെ ലുക്കിനെ നമ്മളെ ഫുൾ പൊട്ടൻഷ്യലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ ഫാഷൻ ഡിസൈനർ ബ്രാൻഡുകളുടെ ഡ്രസ്സുകളും കുറേ ഗുച്ചി വലിയ ലോഗോയിലുള്ള ഭയങ്കര വില കൊടുത്താണ്ട് വാങ്ങുന്ന സാധനങ്ങളും വലിയ റോളക്സ് വാച്ചുകളും അതുപോലെ കിളിപ്പച്ച ഷൂ ഇട്ടാണ്ട് ഇതല്ല നമ്മളിവിടെ പറയുന്നത്. ദിസ് ഈസ് ബേസിക്സ്, ദ തിങ്സ് വി ക്യാൻ ഡു ഇൻ അവർ ഡെയിലി ഹാബിറ്റ്സ് ടു റീച്ച് അവർ ഫുൾ പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞ 5 വയസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സംഭവമാണ് ആദ്യം നിങ്ങളെ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുക. ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു 17-18 അതിൻ്റെ ബാക്കുള്ള ആൾക്കാർ ചെറുക്കന്മാരൊക്കെ അധികം ബോഡി ഷേപ്പ് എങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് ബിഞ്ച് ഈറ്റിംഗ് ഒക്കെ കാരണം ഫാറ്റ് ആയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി സ്കിന്നി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നി ഫാറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സ്കിന്നി ഫാറ്റാണ് ഇപ്പോൾ അധികം ആൾക്കാർ കൂടുതൽ കാണുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ ഇഷ്ടം പോലെ മുട്ട, എഗ്ഗ്, അതുപോലെ മീറ്റ് ഇത് നല്ലോണം കഴിച്ചിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് നല്ലോണം ഇൻക്രീസ് ചെയ്യുക, ബൾക്ക് ചെയ്യുക. എങ്ങനെ ബൾക്ക് ചെയ്യുക, ജസ്റ്റ് തിന്നൽ മാത്രമല്ല, ജിമ്മിൽ പോയി ഹൈപ്പോട്രഫിക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത് നല്ല കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് അതിനൊപ്പം നല്ല ഫുഡും കഴിച്ച് എന്ത് ചെയ്യുക, ബൾക്ക് ചെയ്യുക, നിങ്ങളെ വെയിറ്റ് കൂട്ടുക. നൗ നിങ്ങളൊരു അത്യാവശ്യം ഒരു വെയിറ്റിൽ എത്തിയെന്ന് തോന്നുമ്പോൾ, അത്യാവശ്യം മസിൽ മാസ് വെച്ചും തോന്നുമ്പോൾ ദെൻ കട്ട് ദ ഫാറ്റ്. അതിൽ ഓവറായിട്ട് എക്സസൈസ് കഴിക്കുന്ന കാലറീസ് കട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലീൻ ആവുക. ഇതാണ് ഞാനിപ്പോൾ പറയുന്ന എല്ലാത്തിൻ്റെയും ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ലീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യത്തിന് മസിൽ ബിൽഡ് ചെയ്തു, ഈ ഷോൾഡറും അതേപോലെ ചെസ്റ്റും അപ്പർ ചെസ്റ്റും അതുപോലെ ആബ്സും ലാറ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ നിങ്ങൾ ലീനായി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സംഭവങ്ങളും നിങ്ങളെ ജോലൈന് വിസിബിൾ ആവും. നിങ്ങളെ ഡ്രസ്സുകൾ, നിങ്ങൾ ഒരു കടയിലൊക്കെ പോയിട്ട് നിങ്ങൾ പല ഡ്രസ്സുകൾ ഇട്ട് നോക്കുമ്പോഴും ഒട്ടുമിക്ക ഡ്രസ്സുകളും ഫിറ്റ് ആവാൻ തുടങ്ങും. കാരണം ഈ ഡ്രസ്സുകളൊന്നും ഡിസൈൻ ചെയ്യുന്നത് എക്സ്ട്രീംലി ഫാറ്റ് ആയ ആൾക്കാർക്കോ അല്ലെങ്കിൽ എക്സ്ട്രീംലി സ്കിന്നി ആയ ആൾക്കാർക്കോ വേണ്ടിയല്ല. അത് നമ്മളവിടെ പോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നമുക്കനുസരിച്ച് പാകാവണം എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ആക്കുക അങ്ങനത്തെ പരിപാടി. പക്ഷെ നമ്മൾ ഓൾറെഡി ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ഡ്രസ്സൊക്കെ നമുക്ക് എന്താവും, പെട്ടെന്ന് ഫിറ്റ് ആവും. അതേപോലെ നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ ഈ ഒരു ഡ്രസ്സൊക്കെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബോഡിയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്താണ്ട് ഒരു പീക്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യുക, നല്ല വെയിറ്റ് കൂട്ടി കൊണ്ടുപോവുക,
നല്ല ഫുഡ് കഴിച്ചാണ്ട് ഞാൻ ബ്രെഡോ അല്ലെങ്കിൽ ചോറോ കുറേ തിന്നാണ്ട് കുത്തി നിറച്ച് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാണ്ട് ബൾക്ക് ചെയ്യണ ആ ബൾക്കല്ല പറയുന്നത്. ഡേർട്ടി ബൾക്കിംഗ് അല്ല. ശരിക്കും നല്ല മീറ്റും എഗ്ഗൊക്കെ കഴിച്ചാണ്ട് വെയിറ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ലീൻ ആവുക. ഇതിൽ 3 മസിൽസാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് യുവർ ഷോൾഡേഴ്സ്. ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഡെൽറ്റ് മാത്രമല്ല, ഫ്രണ്ട് ഡെൽറ്റ്, സൈഡ് ഡെൽറ്റ്, അതേപോലെ റിയൽ ഡെൽറ്റ്, ഈ 3ഉം ഫോക്കസ് ചെയ്താണ്ട് നല്ല 3D റൗണ്ട് ഷോൾഡേഴ്സ്. ഈ ഷോൾഡേഴ്സ് എന്തിനാ ബിൽഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു വി ടൈപ്പർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വി ടൈപ്പർ ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂവി സ്റ്റാർസിന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഫിസിക്സ് ശ്രദ്ധിച്ചാലുണ്ടാവും. സൂപ്പർ ഹീറോസിന്റെ ഒക്കെ ഫിസിക്ക് വേസ്റ്റ് ഭയങ്കര ലീൻ ആയിരിക്കും, ഷോൾഡർ ഭയങ്കര വീതി ഉണ്ടാവും. അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ മലയാളികളെ ഫിസിക്ക് എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ്. വേസ്റ്റ് ഭയങ്കര വീതി ഉണ്ടാവും, ഷോൾഡർ ഭയങ്കര ട്രെയിൻ ചെയ്യാത്തതുകൊണ്ട് ഇടുങ്ങിയ ഷോൾഡർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു 3D ഷോൾഡർ ബിൽഡ് ചെയ്യുക. നല്ല പ്രസ്സുകളും ലാറ്റർ റൈസുകളൊക്കെ ചെയ്താണ് നല്ലൊരു ഷോൾഡർ ബിൽഡ് ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിലാണ് അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഷർട്ടിന്റെ ബട്ടണൊക്കെ അയച്ചിടുമ്പോഴും അതുപോലെ കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ ആദ്യം എടുത്ത് കാണിക്കുന്ന ഒരു മാസ്കുലിൻ ഫീച്ചർ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ് അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹോൾ ഇട്ടിരുന്നു. അപ്പോൾ ഗേൾസിനൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നുന്ന മസിൽസിൽ ഒന്ന് ആബ്സും രണ്ടാമത് കിട്ടിയ ഷോൾഡറുമാണ്. അപ്പോൾ അടുത്ത ഫോക്കസ് ചെയ്യാനുള്ള മസിൽ എന്ന് പറയുന്നത് ആബ്സ്. യെസ്, യു നീഡ് ടു ട്രെയിൻ യുവർ ആബ്സ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്. പക്ഷെ അതെന്ത് ചെയ്യരുത്, ഓവർഡു ചെയ്യരുത്. ഓവർഡു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ലീൻ വേസ്റ്റ് ആവും നമുക്ക് ഉണ്ടാവുക. അവിടെ ഭയങ്കര മസിൽ ബിൽഡ് ചെയ്യാണ്ട് കുറച്ചുകൂടി വീതിയുള്ള വേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ദ ഗോൾ ഈസ് ബിൽഡ് എ ലീൻ വി ടൈപ്പർ മൂവി സ്റ്റാർ ടൈപ്പ് ബോഡി. ഞാൻ വേണമെങ്കിൽ എൻ്റെ ബോഡീൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. രണ്ടാമത്തെ സംഭവമാണ് ഫൈൻഡ് യുവർ സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ്. ഒരാളെ കോപ്പി അടിക്കാനോ എന്താണോ എല്ലാവരും ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാനോ അല്ലേ ഞാൻ പറയുന്നത്. ഫൈൻഡ് യുവർ ഓൺ സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ്. ഇപ്പോൾ എല്ലാവരും ഇടുന്ന ട്രെൻഡ് ഏതാണോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരും ഇടുന്നത് ഭയങ്കര ഓവർലി ബാഗി ക്ലോത്ത് തന്നെ ചോദിച്ചു, ഓലെ തന്നെ കാണാൻ പറ്റുന്നില്ല അങ്ങനത്തത്. അത് നല്ലൊരു വഴിയാണ്. എന്ത് നമ്മൾ ഫാറ്റ് ആണെങ്കിൽ അത് ഒളിപ്പിച്ചേക്കാൻ, നമ്മൾ സ്കിന്നാണെങ്കിൽ അത് ഒളിപ്പിച്ചേക്കാൻ നല്ലൊരു വഴിയാണ്. അപ്പോൾ എല്ലാവരും ഇടുന്നത് അങ്ങനെയാണ് വിചാരിച്ചോ. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദാറ്റ്, ആക്ച്വലി നിങ്ങൾക്ക് ഇടാൻ ഏതാണ് ഇഷ്ടം, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയി തോന്നുന്നത് ഇടുന്നത്, ആ ഒരു സ്റ്റൈൽ പിക്ക് ചെയ്യുക. പല സ്റ്റൈലുകളുണ്ടാവും. ഇപ്പോൾ ജിം വെയേഴ്സ് ഉണ്ടാവും, അതായത് അത്ലറ്റിക് ഫിറ്റുകൾ ഉണ്ടാവും. ഇവിടെയൊക്കെ മറ്റേ പോളിയസ്റ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. അല്ലാതെ നമുക്ക് ഇവിടെയൊക്കെ ടൈറ്റ് ആയിട്ട് നല്ല ബോഡിയൊക്കെ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് ടീഷർട്ട്സും ജീൻസൊക്കെ ഇട്ടാണ് നടക്കുന്നവരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള നമ്മുടെ ഷർട്ടും പാൻറ്റും ഇട്ട് നടക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. റിലാക്സ്ഡ് ഫിറ്റ് ഇടാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഹുഡീസും ജോഗേഴ്സൊക്കെ ഇട്ട് നടക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഏതായിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഏതാണോ അത് ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങുക. അതിൽ ബെറ്റർ സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി ഉള്ള വാർഡ്രോബ് എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. അതിൽ ബെറ്റർ സാധനങ്ങൾ എന്ത് ചെയ്യുക, വാർഡ്രോബിലേക്ക് കൊണ്ടുവരിക. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഈ മോഡേൺ ട്രെൻഡുകളൊന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈപ്പ് ക്ലോത്തിങ് പറയുന്നത് ടക്കിനൊക്കെ ചെയ്താണ്ട്, ഒന്നില്ലെങ്കിൽ പോളോ ടക്കിങ് ചെയ്താണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമലായിട്ടുള്ള ഷർട്ട് ടക്കിങ് ചെയ്താണ്ട്, എന്നിട്ടൊക്കെ ലോഫറൊക്കെ ഇട്ടാണ് നടക്കുകയാണ് എനിക്കിഷ്ടം. സ്നീക്കറും ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അധികം വിയർ ചെയ്യൽ അങ്ങനെ തന്നെ ഇങ്ങനത്തെ ഫോർമൽ ഡ്രസ്സാണ്. അത് എന്തിനാ വെച്ചാൽ ഒന്നുമില്ല, ഫോർമൽ ഡ്രസ്സ് ഇടുമ്പോൾ ശരിക്കും നമ്മളെ വി ടൈപ്പർ ഫിസിക്ക് നമ്മൾ ടക്കിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ്, നമ്മളെ ബ്രോഡ് ഷോൾഡേഴ്സ്, അതുപോലെ നമ്മൾ ലെഗ് അത്യാവശ്യം ബിൽഡ് ചെയ്ത ആളാണെങ്കിൽ അത് ഒക്കെ നല്ല രീതിയിൽ ഇരുത്ത് കാണിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ഒക്കെ ആ ഒരു ഫോർമൽ ക്ലോത്തിങ്ങിൽ നല്ല ഫിറ്റായ ഒരാൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് എന്താവും, വേറെ മനസ്സിലാവും. എനിക്ക് ഏത് സ്റ്റൈലാണ് താല്പര്യം, അതിലുള്ള ബെറ്റർ ക്ലോത്തിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്ലോത്താണ് ഇടുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്താണ് ഇടുന്നുണ്ടെങ്കിൽ, എൻ്റെ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, എൻ്റെ കോൺഫിഡൻസ്, ഞാൻ എൻ്റെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി അതിൽ വ്യത്യാസം ഉണ്ടാവും. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു നമ്മുടെ ലുക്കൊന്നും കെയർ ചെയ്യാതെ ഇട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. സോ ഇറ്റ് അഫക്ട്സ് യുവർ ലുക്സ് ആൾസോ യുവർ കോൺഫിഡൻസ് ആൾസോ. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ് ബിൽഡ് ആൻ അസ്തറ്റിക് ബോഡി അല്ലെങ്കിൽ അത്ലറ്റിക് ബോഡി അല്ലെങ്കിൽ മൂവി സ്റ്റാർ ബോഡി എന്നുള്ളത്. അപ്പോൾ ഈ മൂവി സ്റ്റാർ ബോഡി എടുത്ത് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലോത്തിങ് ഉപയോഗിക്കാൻ പറ്റും. നൗ തേർഡ് വൺ, ചിലപ്പോൾ മലയാളി ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ വല്ലാതെ കാണാത്തൊരു സംഭവമായിരിക്കും, ട്രെയിൻ യുവർ നെക്ക് മസിൽസിൻ്റെ എക്സാംസ് ഞാൻ കാണിച്ചത്. നെക്ക് ട്രെയിൻ ചെയ്യാത്ത ഒരാൾ, നെക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരാൾ, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നുന്നത്? റൈറ്റ്, തിക്ക് നെക്കുള്ളത്. കാരണം നെക്ക് തിക്കായിക്കാണ്ട് നിൽക്കുമ്പോൾ കൂടുതൽ മാസ്കുലിൻ ആയിട്ട്, കൂടുതൽ സ്ട്രോങ് ആയിട്ട്, കുറച്ചും കൂടി എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മാസ്കുലിൻ ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നെക്കിൻ്റെ സൈസ് കൂടിയനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ അട്രാക്റ്റീവ്നെസ്സിൻ്റെ ലെവലും കൂടും. അപ്പോൾ അതിനർത്ഥം എന്ത് ചെയ്യുക, കലാകാലം നെക്ക് ബിൽഡ് ചെയ്ത് വലിയൊരു നെക്ക് ഉണ്ടാക്കുക, അങ്ങനല്ല, അതിനൊക്കെ ഒരു റേഷ്യോ ഉണ്ട്. അപ്പോൾ നെക്കിന് ട്രെയിൻ ചെയ്യാനുള്ള 2 എക്സസൈസ് ഞാൻ ചെയ്യുന്നത് നെക്ക് ഫ്ലെക്ഷനും അതേപോലെ നെക്ക് എക്സ്റ്റൻഷനും. ഒന്നുമില്ല, നമ്മൾ കടന്നാണ്ട് ബെഞ്ചിൽ കടന്നാണ്ട് ഒരു പ്ലേറ്റ് എടുത്താണ്ട് അതിന്മേൽ ടവലോ ഫുഡിയോ എന്തെങ്കിലും ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുക, അത് മേത്ത് പാടാവാതെക്കാൻ വേണ്ടി ഫോർഹെഡിൽ വെച്ചുകൊണ്ട് കടന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ
ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ബാക്കപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം 5 പോയിന്റാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു പോയിന്റ് എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ നല്ലതെന്ന് തോന്നി. കാരണം നമ്മുടെ സ്കിൻ ഹെൽത്ത്, നമ്മളെ ആക്നെ, ഞാൻ ആക്നെ സർവൈവ് ചെയ്ത ഒരാളാണല്ലോ. അപ്പോൾ ഈ ആക്നെയൊക്കെ മാറുന്നതിൽ നമ്മളെ ഫുഡിന് ഭയങ്കര റോളുണ്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അത്ലറ്റിക് ബോഡി ബിൽഡ് ചെയ്യുക, അതിൻ്റെ ഒപ്പം നല്ല മീറ്റും എഗ്ഗൊക്കെ കഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഹോൾ ഫുഡുകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള സീഡ് ഓയിൽസും മറ്റ് ഷുഗേഴ്സും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും അങ്ങനത്തെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ഗട്ട് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മളെ സ്കിൻ ഹെൽത്തിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആക്നെ മറ്റു പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ കൂടി വരും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്, അതുകൊണ്ടാണ് അങ്ങനെ അഡ്വൈസ് തരുന്നത്. ഇംപ്രൂവ് യുവർ ഡയറ്റ് ആൾസോ. നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ബാക്കി പല കാര്യങ്ങളും, ഈവൻ തിങ്കിങ് വരെ ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം തോന്നി. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഫുഡുകൾ എന്ന് പറയുന്നത് ഹോൾ ഫുഡുകൾ, സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ. ഓക്കെ, അത് സ്കിൻ ഹെൽത്തിനും ഗട്ട് ഹെൽത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്താണ് ഫിക്സ് യുവർ പോസ്ചർ. നമ്മളിപ്പോൾ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഫുൾ ടൈം കമ്പ്യൂട്ടറിൻ്റെയും ഫുൾ ടൈം ഫോണിൻ്റെ മുമ്പിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പോസ്ചർ ഒരു സി ടൈപ്പ്, അതായത് ഒരു ഇങ്ങനെ ആവും. ഞാനൊരു എക്സാമ്പിൾ ഇമേജ് കണ്ട് കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു സി ടൈപ്പ് പോസ്ചറിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മൈൻഡ്ഫുൾ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോസ്ചറിൽ നിൽക്കാൻ നോക്കുക. അതുപോലെ ഇപ്പോൾ ഫോണൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നതിന് പകരം എന്ത് ചെയ്യുക, കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മളിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഓരോ മസിൽസും ട്രെയിൻ ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മളെ നെക്കും നമ്മളെ എല്ലാ ഭാഗങ്ങളും ട്രെയിൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചില മസിലുകൾ ഓവർ ടൈറ്റ് ആവും, ചില മസിലുകൾ വീക്ക് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെർമനൻ്റ്ലി ഇങ്ങനെ ഒരു 100 ഷേപ്പിലേക്ക് മാറും, ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു വളഞ്ഞ് കണ്ടിട്ട്. പക്ഷെ നമ്മൾ ജിമ്മിലൊക്കെ പോയി ട്രെയിൻ ചെയ്യുമ്പോൾ ആ ഒരു വീക്കായ മസിൽസ് സ്ട്രോങ് ആവും. അതുപോലെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ഓൾറെഡി ടൈറ്റ് ആയ മസിൽസ് റിലാക്സ് ആവും. അപ്പോൾ ഇങ്ങനത്തെ പോസ്ചർ പ്രോബ്ലങ്ങളൊക്കെ എന്താവും, കുറേ ഒരുവിധമൊക്കെ റെഡി ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഒരു അത്ലറ്റിക് ബോഡി അല്ലെങ്കിൽ ഒരു ആസ്തറ്റിക് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഫുഡിൻ്റെ പോയിന്റ് ആഡ് ചെയ്തു, ഈ ഹോൾ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ. അതുപോലെ നമ്മളെ സ്വന്തം സ്റ്റൈൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്റ്റൈൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ 4ാമത്തെ നമ്മളെ നെക്ക് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ. ഇതൊക്കെ ബോയ്സിന് അല്ലെങ്കിൽ ആണുങ്ങൾക്കുള്ള അഡ്വൈസാണ്. പിന്നെ 5ാമത്തെ ഫിക്സ് യുവർ പോസ്ചർ എന്ന് പറഞ്ഞു. 6ാമത്തെ ആൻഡ് ദ ലാസ്റ്റ് ഫൈനൽ വൺ, ഞാൻ 5എണ്ണമാണ് വിചാരിച്ചത്, ആ ഫുഡിൻ്റെത് ഇപ്പോൾ മൈൻഡിൽ വന്നാണ്. 6ാമത്തത് ദ ലാസ്റ്റ് വൺ, ബിക്കം എ നോസ് ബ്രീത്തർ. ഞാൻ ഒരുപാട് കാലം സഫർ ചെയ്തിരുന്ന സംഭവമാണ് മൗത്ത് ബ്രീത്തിങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ വളരുന്ന പ്രായത്തിൽ എനിക്കിത് അറിയാത്തതുകൊണ്ട് തന്നെ കുറേ കാലം മൗത്ത് ബ്രീത്ത് ചെയ്തുകൊണ്ട് തന്നെ റിസീഡിങ് ചിഹ്നം അല്ലെങ്കിൽ പ്രോപ്പർ ജോ ഡെവലപ്മെൻറ്റ് കിട്ടാതെ പോയ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. നോസ് ബ്രീത്ത് ചെയ്യുക, നോസ് ബ്രീത്ത് പ്രാക്ടീസ് ചെയ്യുക, ഉറങ്ങുമ്പോഴാണെങ്കിലും അല്ലെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഫുൾ മൗത്ത് ബ്രീത്തിങ്ങിനെ കുറിച്ച്. മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആയിക്കൊണ്ട് ഇങ്ങനെ വരുന്നത് കാരണം നമ്മളെ ഫുഡ് കൂടുതൽ സോഫ്റ്റ് ആവുകയാണ്, നമ്മൾ ചൂയിങ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്റർ മസിൽസിനൊന്നും മര്യാദക്ക് എന്ത് കിട്ടുന്നില്ല, ആ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് കിട്ടുന്നില്ല അതിന് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഉറങ്ങുമ്പോഴൊന്നും വായ അടച്ചാണ്ട് ഉറങ്ങില്ല, വായ തുറന്നാണ്ട് ഉറങ്ങും. അപ്പം നമ്മൾ അടിക്ക് റിസീഡ് ചെയ്യും, പ്രോപ്പർ ഗ്രോത്ത് കിട്ടൂല, നമ്മുടെ പല്ലുകൾ മാലിപ്യൂലേഷൻ സംഭവിച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാവും, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നും പോവാതൊക്കെ ഉള്ള ഒരു മെയിൻ സംഭവമാണ് നോസ് ബ്രീത്ത് ചെയ്യുക എന്നുള്ളത്. നോസ് ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ഹെൽത്തി വേ. ഇനിയിപ്പോൾ നമ്മളൊരു അഡൾട്ട് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബോൺ സ്ട്രക്ചറിലും ഓൾറെഡി മൗത്ത് ബ്രീത്ത് ചെയ്താണ് വന്ന ബോൺ സ്ട്രക്ചറിലും പല്ലുകളിലൊക്കെ മാറാനുള്ള ചാൻസ് കുറയൂ, കാരണം നമ്മൾ വളരുന്ന പ്രായത്തെ പോലെയല്ല. പക്ഷേ ഈവൻ ദോ നോസിലൂടെ ബ്രീത്ത് ചെയ്താൽ അട്രാക്റ്റീവ്നെസ്സിന് പുറമെ വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ആ ഒരു വളരുന്ന പ്രായത്തിൽ അത്രയും ഡെവലപ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും മൗത്ത് ബ്രീത്ത് ചെയ്യാതൊക്കെ നോക്കുക, നോസ് ബ്രീത്ത് ചെയ്യുക മാക്സിമം. ഉറങ്ങുന്ന ടൈമിനാണെങ്കിലും എണീച്ചിരിക്കുന്ന ടൈമിനാണെങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യുക, നേസൽ ഡയലേറ്റർ, അതുപോലെ അതിനുള്ള സ്പ്രേസ് ഉണ്ട്, അതുപോലെ ടേപ്പ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആലോചിക്കുക, നോസ് ബ്രീത്തിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്, മൗത്ത് ബ്രീത്തിങ് ഈസ് എ ബാഡ് ഹാബിറ്റ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ആലോചിക്കുക, നമുക്ക് നമ്മളെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക. ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഡ് ഹാബിറ്റ് കൊണ്ടാണ് ബാഡ് ലുക്കിലേക്ക് പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബിക്കം ബെറ്റർ, വി ക്യാൻ റീച്ച് അവർ ഫുൾ പൊട്ടൻഷ്യൽ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഇനി വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. See you in the next video.